ഷാലിസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നപ്പോൾ നമുക്ക് ഷിലോങ്ങിലെ പൂക്കളെ കാണാം. ഇപ്പോൾ ഒരു 5 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ, പക്ഷെ എന്നാലും ഇവിടെ ഇരുട്ടായി. തണുപ്പും നല്ല തണുപ്പുണ്ട്. നമ്മുടെ നാട്ടിലെ കുറേ ചെടികളുണ്ട് ഇവിടെ കേട്ടോ, കാണാം. ഇത് നമ്മുടെ നാട്ടിലെ ഒരു ചെടിയല്ലേ, നേരത്തെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, അപ്പോൾ അതില്ല. ഇതൊരു വലിയ മരം പോലെ ആവും, ചുമന്നവൾക്ക്. ഇതിനകത്തിൽ അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ പൂക്കളായി വരുന്നതേ ഉള്ളൂ. എൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഈ വേലി പോലെ കെട്ടിവെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന വയലറ്റ് ചെമ്പരത്തിയില്ലേ, ഇങ്ങനെ കോളാമ്പി പോലെ ഇരിക്കും. അത് നന്നായിട്ട് വിരിയലില്ല, കോളാമ്പി പോലെ ഇരിക്കും. ഒരു സൈഡ് തൊട്ട് ഒരു സൈഡ് വരെ വേലി പോലെ കെട്ടിവെച്ചേക്കും. എല്ലാം അതിൻ്റെ ഇല കാണുമ്പോൾ അറിയാം. എവിടെയോ ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് എവിടെയോ പൂവുണ്ട്, കാണിക്കും. ഇങ്ങനെ വെലി പോലെ അങ്ങോട്ട് കെട്ടി വെച്ചിരിക്കുക. പിന്നെ അവിടെ ഒരു വൈറ്റ് പൂ ഉണ്ടോ, അത് ഇവിടെ എല്ലാവർക്കും കാണപ്പെടും. പിന്നെ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു, ആകാശത്തിലെ കലവിലകൾ. ഇവിടെ എല്ലാം മരങ്ങളാണ് കേട്ടോ. ഈ മരം ഇവിടെ എല്ലാം കാണുന്നത്. ഈ മരത്തിലൊരു പൂ ഉണ്ടാവും, അത് നമ്മൾ ഡെക്കറേഷനൊക്കെ ഉപയോഗിക്കുന്നത്. അത് കാണിക്കാം. ഇതൊരു റൗണ്ടാണ്. അങ്ങോട്ട് പോകുന്ന വണ്ടികളൊക്കെ ഇതുവഴി വരും, തിരിച്ചു പോകുന്ന വണ്ടികളെ അതുവഴി വരും. ഈ റൗണ്ട് മൊത്തം ഹൈഡ്രേഞ്ചിയ പൂക്കളാണ്. ഇപ്പോൾ ഉണങ്ങിന് വയലറ്റ് കളറ്. ഇതിൻ്റെ വൈറ്റ് യെല്ലോ ഒക്കെ ഉണ്ട്. നല്ല ഭയങ്കര കാട് പോലെ വിളിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സുന്ദരി. പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. പോകുമ്പോൾ ഓരോ കമ്പ് അടിച്ചോണ്ട് പോകണമെന്നുണ്ട്. ഫ്ലൈറ്റിലായതുകൊണ്ട് പെട്ടെന്ന് ചെല്ലുമല്ലോ നാട്ടിൽ. എന്താ ഭംഗിയില് എൻ്റെതാ പിന്നെ മൊട്ടാണ് വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഒരു റൗണ്ട് ഫുൾ ഇഷ്ടമല്ല. ഇത് കണ്ടോ, നമ്മുടെ സൈഡിലായിട്ട് ഗ്രൗണ്ടാണ്. റോഡിൻ്റെ സൈഡിലെല്ലാം ചെടികളുണ്ട്. ഇത് പൂവുണ്ടോ അറിയില്ല, പക്ഷേ ചെമ്പരത്തിയുണ്ട്. ചെമ്പരത്തിയും വേറൊരു ഇലച്ചെടിയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ക്രിസ്മസ് ട്രീ ഉണ്ട്, അതാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ക്രിസ്മസ് ട്രീ. ഇതൊന്നും പൂക്കളില്ല. നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് പാറിപ്പടിക്കുന്ന കണ്ട, നല്ല രസമാണ്. ഇനിയാണ് പൂക്കളുടെ ഭംഗി കാണാൻ പോകുന്ന മക്കളെ. ഇത് കണ്ട ഡാലിയ എന്ത് ഭംഗിയാണ് നോക്കി. അങ്ങോട്ട് യെല്ലോ ഡാലിയ കണ്ടോ നോക്കി. അപ്പുറത്തെ സൈഡിൽ ഗ്രൗണ്ടാ. അതിൽ വെട്ടിവിടുന്ന നമ്മുടെ നാട്ടിലെ ക്രിസ്മസ് ട്രീ. അങ്ങനെ പിന്നെ ജമന്തി പൂ. ഇത് കണ്ട അടുത്ത സൗന്ദര്യം നോക്കി, എന്ത് ഭംഗിയാ. ഇവിടെ എല്ലാം ഇത് തന്നെ കേട്ടോ. അതിൻ്റെ റെഡ്. ഇത് നമ്മുടെ സിനിമ ഹോളാണ്. വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഈ സൈഡ് ഫുൾ ഡാലിയ, വയലറ്റ്. ഇവിടെ വെളിയിലും ഇതൊക്കെ കാണാം. ഇത് തന്നെയാണ് ഇതിൻ്റെ ചെറിയ ഇതാണ്. ഇതൊരു സമയം വരെ ഉള്ളൂ കേട്ടോ. അത് കഴിയുമ്പോൾ ഈ പ്ലാന്റ് മാറ്റി അവർ വേറെ പ്ലാന്റ് വയ്ക്കും. ഇത് കിഴങ്ങ് മാന്താൻ യാതൊരു നിവൃത്തിയില്ല, അല്ലായിരുന്നു ഞാൻ ഇവിടെ നിന്ന് മാന്തിയേനെ. അതിൻ്റെ പിങ്ക് നോക്ക്, എന്താ ഇല്ലേ എൻ്റെ ഭംഗി. രണ്ട് കളർ മിക്സിൽ, റെഡും വൈറ്റും. ഇതൊക്കെ ചെറുതൊക്കെ പോറായി, കുറേ നാൾക്ക് മുമ്പ് നട്ടാ. ഇത് ഗ്രൗണ്ടാണ്. ഇത്രേ ഉള്ളൂ. ഇങ്ങോട്ടുള്ള ഡാലിയ. ഇനി അപ്പുറത്ത ഇതൊരു ചെടി, ഇതിനകത്തിലൊന്നും പോയില്ല. ഒരു റെഡ് റോസാണ്. അതുകൊണ്ട്
മുട്ട് മാത്രമേ ഉള്ളൂ. ഇത് ആ കളർ തന്നെ, പർപ്പിൾ. ഇത് റോസയാണ്, പക്ഷേ പൂവില്ല, പൂ കഴിഞ്ഞ്. എൻ്റെ അമ്മ, ഇതിലൊക്കെ മുട്ടുണ്ട്, പൂവായി വരുന്നു. ഇത് യെല്ലോയാ. ഇതിൻ്റെ ആ ഒരിത് കഴിയാറായെന്ന് തോന്നുന്നു. അത് ആ വലിപ്പം കുറഞ്ഞ് വന്നിട്ട് ഇത് മൊത്തം ഇനി മാന്തി കളഞ്ഞിട്ട് അടുത്ത സീസണിൽ ഇപ്പോൾ അടുത്ത് വയ്ക്കും. ഇതിന് അങ്ങോട്ട് ചെടികളാണ് കേട്ടോ. ഇതാ നിറച്ച് പൂക്കളം. എന്താ ഭംഗി! ഇതിൻ്റെ വയലറ്റ് കളർ, ഇത് വേറെ ഏതോ കളർ വിരിഞ്ഞിട്ടില്ല. അതാ വൈറ്റും പീച്ചും. പിന്നെ നോക്കി, കടയ്ക്കൊന്നും പോച്ചേ ഇല്ല. അതായത് ഇതിനൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ, ഈ പണി ചെയ്യാൻ തന്നെ ആയിട്ട് പട്ടണത്തിലാവുന്നു.
ഇതാ ഇത് നോക്കിക്കേ, റിങ്ങിൽ പൂ ഉണ്ട്. ഇത് നമ്മുടെ മാങ്ങാനാറി പൂവാണേ. ഇത് റെഡ്, ഓറഞ്ച്, മഞ്ഞ, എന്ത് ഭംഗിയാ നോക്കിക്കേ. ഇത് റിങ് മൊത്തം ഇതാ ചെയ്തേക്കുന്നത്. മഞ്ഞ, റെഡ്, ഓറഞ്ച് മിക്സ് ചെയ്തിട്ട് അത് തന്നെയാണ് നട്ടേക്കുന്നത്. ഇനി ഇടയ്ക്കൊരു റേഞ്ച് ചെയ്യണോ ആ പോകും. എന്ത് ഭംഗിയാ. വേറൊരാളെ കാണിക്കാമേ. എന്ത് രസമാണെന്ന് അറിയാമോ ദൂരെ നോക്കാം. ഇത് നോക്കിക്കേ, ഇത് ശരിക്കും യെല്ലോ ഷെയ്ഡിൽ റെഡ്, അകത്ത് റെഡുമാണ്. നോക്ക്, ഇത് ഫോണിനകത്ത് എങ്ങനെ കാണുന്നതെന്ന് അറിയില്ല. കണ്ടോ എന്ത് ഭംഗി. മാറിക്ക്. എൻ്റെ കൂടെ മോനുണ്ട്, അവനോട് മാറിയിരിക്കുന്നു പറഞ്ഞു. ഇങ്ങനെ ഒരു റൗണ്ട് മൊത്തം ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇതാണ് ഫസ്റ്റ് കൊടുത്തേക്കുന്നത്. ഇത് ശരിക്കുള്ള വ്യൂ ഇതാണ്. കണ്ട.